നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണാം എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പല ആളുകളും ചോദിച്ചു, ലൊക്കേഷൻ ഇത്തരത്തിൽ മറ്റൊരാൾ കാണാതിരിക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പം നമ്മൾ പ്രിയപ്പെട്ടവരുമായി മറ്റൊരിടത്തേക്ക് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ആ സ്ഥലം നമ്മുടെ ഫോണിൽ സേവ് ആകാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണാതിരിക്കുകയോ ചെയ്യുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. കാരണം നമ്മൾ പല സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണ്, നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും, നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നു, ഇന്ന് എവിടേക്ക് പോയി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാതിരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന സെറ്റിങ്സ് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിനകത്ത് നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഇപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ കോഴിക്കോട്ട് നിന്ന് ഞാൻ യാത്ര പോകുന്നത് വയനാട്ടിലേക്കാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് കാണിച്ചു തരാണ്. ഞാൻ വയനാട്ടിലേക്കാണ്, കോഴിക്കോട് ടു വയനാട് എന്ന് കാണിച്ചു. അപ്പോൾ കോഴിക്കോട് ടു വയനാട്ടിലേക്കുള്ള ഒരു ലൊക്കേഷൻ കൂടെ കിട്ടി. അതിനുശേഷം നമുക്ക് ഇവിടെ ബൈക്കിലാണെങ്കിൽ ബൈക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ യാത്ര പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഇത് നമ്മൾ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് അത് ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫോൺ തന്നെ കയ്യിൽ കിട്ടണമെന്നില്ല, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കിട്ടിയാൽ ആർക്ക് വേണമെങ്കിൽ നിങ്ങൾ എവിടേക്ക് യാത്ര പോയി എന്ന് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാനത് എങ്ങനെ ഓഫ് ചെയ്യാമെന്നുള്ളത് കാണിച്ചുതരാം. നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ ടേൺ ഓൺ ഇൻകഗ്നേറ്റോ മോഡ് എന്നുള്ള ഒരു സെറ്റിങ്സോടെ മുകളിലായിട്ട് കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ക്ലോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നേരത്തെയുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണില്ല. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് പോകുന്നതെങ്കിൽ ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. നമുക്ക് യാത്ര പുറപ്പെടുകയും ചെയ്യാം. എന്നാൽ ഈ ഇൻകഗ്നേറ്റോ മോഡ് ഉപയോഗിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ യാത്ര പുറപ്പെട്ടാൽ അത് നിങ്ങളുടെ ഫോണിനകത്ത് സേവ് ആകില്ല. കാരണം നിങ്ങളുടെ ഫോണിനകത്ത് സേവ് ആകില്ല എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ ടൈം ലൈനിലോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിലെ ഹിസ്റ്ററിയിലോ ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാനോ ഒന്നും സാധിക്കില്ല. ഇത് ഈ ഹിസ്റ്ററി നമ്മൾ യാത്ര കഴിഞ്ഞ് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഓഫ് ആകുകയും ചെയ്യും. നമുക്ക് നമ്മൾ സെർച്ച് ചെയ്തതോ നമ്മൾ യാത്ര പോയതോ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസോ ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല. ഇനി ഇവിടെ മുകളിൽ നിങ്ങൾക്ക് വലതുഭാഗത്ത് നേരത്തെ നമ്മുടെ പ്രൊഫൈലായിരുന്നു കണ്ടത്. ഇനി അത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഭാഗത്ത് തന്നെ വീണ്ടും ആ പ്രൊഫൈൽ ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിൽ കാണും ടേൺ ഓഫ് ഇൻകഗ്നേറ്റോ മോഡ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ പഴയതുപോലെ നമ്മുടെ ഗൂഗിൾ മാപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ യാത്ര പോകുന്നത് മറ്റാരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാതെ നിങ്ങൾ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ യാത്ര പുറപ്പെടുക. പേടിക്കാതെ നിങ്ങളുടെ യാത്ര ആരും ട്രാക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.